നമ്മുടെ ജീവനായ ബിരിയാണിയും മന്തിയും സത്യത്തിൽ ആരാണ് കണ്ടുപിടിച്ചത്? എന്തുകൊണ്ടാണ് ഈ രണ്ട് ഭക്ഷണങ്ങളുടെ നമ്മുടെ തലച്ചോറിന് ഇത്രയും അടങ്ങാത്ത ലഹരി? ഇതിന് പിന്നാലെ ഞെട്ടിക്കുന്ന ചരിത്രവും ആരും പറയാത്ത ഹെൽത്ത് സയൻസും ഒരു ഒറ്റ മിനിറ്റിൽ ഇതാ. ഇതിനെ നമുക്ക് കൾനറി തെർമോഡൈനാമിക്സ് ആൻഡ് മെയിലാർഡ് റിയാക്ഷൻ ലോജിക് എന്ന് വിളിക്കാം. ആദ്യം തന്നെ ഇവയുടെ ചരിത്രം നോക്കാം. ബിരിയാണി ഇന്ത്യയിൽ ഉണ്ടായതല്ല, പുരാതന പേർഷ്യയിലാണ്, ഇന്നത്തെ ഇറാൻ ഇതിന്റെ തുടക്കം. പാകം ചെയ്തതിന് മുമ്പ് വർക്ക് എന്ന അർത്ഥം വരുന്ന ബിരിയാൻ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ബിരിയാണി ജനിച്ചത്. പിന്നീട് മുഗൾ രാജ്ഞിയായ മുംതാസ് മഹൽ തന്റെ പടയാളികൾക്ക് പോഷകാഹാരം നൽകാനായി ഇറച്ചിയും അരിയും മസാലകളും ചേർത്ത് ഇന്ത്യയിൽ ഇതിനെ ജനപ്രിയമാക്കുകയായിരുന്നു. എന്നാൽ മന്തിയുടെ ജന്മദേശം യമനിലെ ഹളർമൗട്ടാണ്. ഇറച്ചിയിലെ അമിതമായ ഈർപ്പവും സോഫ്റ്റ്നെസ്സും കാരണം മഞ്ഞുതുള്ളി എന്ന അർത്ഥം വരുന്ന നദ എന്ന അറബി വാക്കിൽ നിന്നാണ് മന്തി എന്ന പേരുണ്ടായത്. എന്തുകൊണ്ടാണ് ഇവയ്ക്ക് ഇത്രയും രുചി? കാരണം ഇതിന് പിന്നിലെ ഫുഡ് ഫിസിക്സ് ആണ്. യഥാർത്ഥ മന്തി മൺകുഴികൾക്കുള്ളിൽ, അതായത് തന്തൂർ കനലിട്ടാണ് വേവിക്കുന്നത്. ഈ ക്ലോസ് ചെയ്യാൻ പല താമര കാരണം ഇറച്ചിയിലെ സ്വാഭാവിക കൊഴുപ്പ് ഉരുകി താഴെയുള്ള അരിയിലേക്ക് തന്നെ ഇറങ്ങും. ഇത് ഭക്ഷണത്തിന് വമ്പൻ മെയിലാർഡ് റിയാക്ഷൻ ഉണ്ടാക്കുന്നു. അതായത് ആമിനോ ആസിഡും ഷുഗറും തമ്മിൽ പ്രവർത്തിച്ച് മനുഷ്യന്റെ വിശപ്പിനെ ഉണർത്തുന്ന ആ മാരകമായ പുകമണവും രുചിയുടെ അതിലൂടെ ജനിക്കുന്നു. ഇത് വെറും തടുകൂട്ടേ ഉള്ളൂ, അതോ എന്തെങ്കിലും ആരോഗ്യങ്ങളുണ്ടോ? തെർമോജനിക് സ്പൈസ് ആൻഡ് കൊളാജൻ എക്സ്ട്രാക്ഷൻ ഹാക്ക് മനസ്സിലാക്കി വെക്കും. പരമ്പരാഗത രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ആരോഗ്യത്തിന് വളരെ മികച്ചതാണ്. ഇറച്ചി എല്ലുകളോട് കൂടി വലിപ്പത്തിൽ ലഭിക്കുമ്പോൾ അതിൽ നിന്ന് കോളാജൻ, ബോൺ മാരോ എന്നിവ പുറത്തു വരുന്നു. ഇത് നമ്മുടെ ജോയിന്റുകളുടെയും കുടലിന്റെയും ആരോഗ്യത്തിന് ഉത്തമമാണ്. മാത്രമല്ല ഇതിൽ ചേർക്കുന്ന ഏലം, കറുവപ്പട്ട, ജീരകം എന്നിവയുടെ ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ മെറ്റബോളിസം കൂട്ടുകയും ദഹന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഇതിന്റെ ഗുണം പൂർണ്ണമായി കിട്ടാൻ കടകളിൽ നിന്ന് വാങ്ങുന്ന കൃത്രിമ നിറങ്ങളും ഡാൽഡയും ചേർത്ത് ഒഴിവാക്കുക. ശുദ്ധമായ നെയ്യും കുങ്കുമപ്പൂ ഉപയോഗിച്ചുണ്ടാക്കുന്നത് മാത്രം കഴിക്കുക. ഒപ്പം ഒരു വലിയ ബൗൾ പച്ചക്കറി സലാഡ് കൂടെ കഴിച്ചാൽ ശരീരത്തിൽ ഷുഗർ ലെവൽ കൂടാതെ സുരക്ഷിതമായി ഇത് ആസ്വദിക്കാം. ഭക്ഷണത്തിലെ കൊഴുപ്പല്ല വില്ലൻ, അത് ഉണ്ടാക്കുന്ന അശാസ്ത്രീയമായ രീതിയാണ്. അതാണ് ഫുഡ് ലോജിക്. നിങ്ങളുടെ വയറും മനസ്സും നിറയ്ക്കുന്ന ഇത്തരം കിട്ടലും ശാസ്ത്രീയ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. സ്റ്റേ ലോജിക്കൽ. ബൈ.